പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 21. പ്രധാന വാർത്തകൾ. ധോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 5 അറബ് വംശജരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ധോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് 900-ൽ പരം പാക്കറ്റ് ഘാട്ടുമയക്കുമരുന്ന് പിടിച്ചെടുത്തത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. മുതിർന്നവർക്ക് പ്രത്യേക പരിഗണനയൊരുക്കി ഇഹ്സാൻ അസോസിയേഷൻ ഒരുക്കിയ ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. പ്രായം ചെന്ന 130-ൽ പരം ആളുകൾ പങ്കെടുത്ത സംഗമം സന്തോഷത്തിൻ്റെ നിമിഷം കൂടിയായി. തുടർച്ചയായ 7ാം വർഷമാണ് മുതിർന്ന പൗരന്മാരെ ചേർത്തു നിർത്തി ഇഹ്സാൻ അസോസിയേഷൻ്റെ നോമ്പുതുറ സംഘടിപ്പിക്കപ്പെടുന്നത്. ഒമാനിലെ തൃശൂർ നിവാസികളുടെ കൂട്ടായ്മയായ ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ ഒരുക്കുന്ന ഇഫ്താർ സ്നേഹസംഗമം നാളെ വാദി കബീറിലെ മസ്കത്ത് സ്പോർട്സ് ക്ലബ്ബ് ഹാളിൽ നടക്കും. സമൂഹ നോമ്പുതുറയിലേക്ക് തൃശൂർ ജില്ലക്കാരായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ഓർഗനൈസേഷൻ പ്രസിഡന്റ് നസീർ തിരുവത്ര, സെക്രട്ടറി അഷറഫ് വാടാനപ്പള്ളി, പ്രോഗ്രാം കൺവീനർ ഹസൻ കേച്ചേരി എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദാർസൈറ്റ് ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വൈവിധ്യമാർന്ന കരിയർ അവസരങ്ങളെക്കുറിച്ച് പര്യവേക്ഷണം ചെയ്യുന്നതിനും അവരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുമുള്ള വേദിയായി കരിയർ ഗൈഡൻസ് സെൽ. വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസ് സെൽ സ്കൂളിൻ്റെ വെബ്സൈറ്റ് വഴിയും സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളുടെയും കോളേജുകളുടെയും വിവരങ്ങളെയും ഇവിടുത്തെ വിദ്യാഭ്യാസ അവസരങ്ങളെയും ഒറ്റ ക്ലിക്കിലൂടെ അറിയുന്നതിനും സഹായകരമാകും. ഉദ്ഘാടന ചടങ്ങിൽ അക്കാദമിക് സബ് കമ്മിറ്റി ചെയർമാൻ ഷാലിമാർ മൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു. മസ്കത്തിലെയും പരിസരങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള 2ാം ഘട്ട അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഒഴിവ് വന്നതുൾപ്പെടെ 3171 സീറ്റുകളിലേക്ക് കൂടി പ്രവേശനം അനുവദിക്കും. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒഴിവുള്ളത് വാദി കബീർ ഇന്ത്യൻ സ്കൂളിലാണ്. 941 വിദ്യാർത്ഥികൾക്ക് കൂടി ഇവിടെ പ്രവേശനം ലഭിക്കും. ഗുബ്ര ഇന്ത്യൻ സ്കൂളിലാണ് ഏറ്റവും കുറവ് സീറ്റുകൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. 13 സീറ്റുകളാണ് ഇവിടെ ബാക്കിയുള്ളത്. ബുറൈമി മാർക്കറ്റ് കൂട്ടായ്മ ഓർഗനൈസേഷൻ ഒരുക്കുന്ന ഇഫ്താർ സ്നേഹസംഗമം നാളെ ബുറൈമി മാർക്കറ്റ് പരിസരത്ത് വെച്ച് നടക്കും. സമൂഹ നോമ്പുതുറയിലേക്ക് ബുറൈമിയിലെ എല്ലാ പ്രവാസികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നുവെന്ന് ഓർഗനൈസേഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഹമീദ് ഹാജി കുറ്റിപ്പുറം, സോമൻ കൂറ്റനാട്, ഹാരിസ് ഹാജി, നൌഷാദ് കൽപ്പകഞ്ചേരി, പർവേഷ് ബംഗാൾദേശി എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ തൊഴിൽ നിയമം ലംഘകർക്കായുള്ള പരിശോധന തുടരുന്നു. സുവൈക്കിലും ഖാബൂറയിലുമായി തൊഴിൽ മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ട നിരവധി പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം വടക്കൻ ബാത്തിനയിലെ സുഹാർ, സഹം വിലായത്തുകളിൽ നടന്ന പരിശോധനകളിൽ നിരവധി നിയമം ലംഘിച്ച് തെരുവ് കച്ചവടം നടത്തിയവർ അറസ്റ്റിലായിരുന്നു. മറ്റൊരു സംഭവത്തിൽ സഹമിലെ ബ്യൂട്ടി സലൂണുകളിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗത്തിൻ്റെ പരിശോധനയിൽ 3 വനിതാ ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തിരുന്നു. തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വിവിധ മേഖലകളിൽ മന്ത്രാലയം പരിശോധന നടത്തിവരികയാണ്. നിരവധി വിദേശികളാണ് വ്യത്യസ്ത ഗവർണറേറ്റുകളിൽ നിന്ന് ദിവസങ്ങൾക്കിടെ അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. മുസന്തം ഗവർണർ സയ്യിദ് ഇബ്രാഹിം സയ്യിദ് അൽ ബുസൈദിയും ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗും കൂടിക്കാഴ്ച നടത്തി. അംബാസഡറുടെ മുസന്തം സന്ദർശനത്തിൻ്റെ ഭാഗമായാണ് ഇരുവരും ചർച്ച നടത്തിയത്. നിക്ഷേപ, വിനോദ, സഞ്ചാര, സാംസ്കാരിക മേഖലകളിലെ സഹകരണവും മുസന്തമിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ക്ഷേമവും ചർച്ച ചെയ്തു. അമിത് നാരംഗിൻ്റെ ആദ്യ മുസന്തം സന്ദർശനമായിരുന്നു ഇത്. കസബ് ഇന്ത്യൻ സ്കൂളിലും അംബാസഡർ സന്ദർശനം നടത്തി. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വിദ്യാർത്ഥികളുമായി അമിത് നാരംഗ് ആശയവിനിമയം നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹാം വിലായത്തിൽ ഡെപ്പോസിറ്റ് മെഷീൻ കേടുവരുത്തുകയും ഇതിൽ നിന്നും പണം അപഹരിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രവാസി അറസ്റ്റിൽ. ഏഷ്യൻ രാജ്യക്കാരനെയാണ് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. മറ്റൊരു സംഭവത്തിൽ തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 4 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണെന്നും ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു.
സമീപകാല സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം ഒമാനി ഇതര തൊഴിലാളികൾ 90% കുറഞ്ഞ നൈപുണ്യം ആവശ്യമുള്ള ജോലികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നവരാണെന്ന് തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് നാസർ ബിൻ ആമിർ അൽ ഹുസ്നി പറഞ്ഞു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പാനൽ ഡിസ്കഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ വിപണി ഉൾപ്പെടെ സ്വകാര്യ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികൾ സെഷനിൽ ചർച്ചയിൽ ഉയർന്നുവന്നു. ഒമാനി പൗരന്മാർക്ക് മികച്ച ജോലി നൽകുന്ന നിരവധി ചെറുകിട ഇടത്തരം സംരംഭങ്ങളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും കണക്കുകൾ സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ഹത്ത, ഊദ് അൽ മുദീന, അൽ സുഫൂഹ് എന്നിവിടങ്ങളിൽ നിരവധി ട്രാഫിക് ജോലികൾ പൂർത്തിയാക്കി. ഗതാഗതം സുഗമമാക്കാനും കുരുക്കൊഴിവാക്കാനും സുരക്ഷ ഉയർത്താനും ഉപകരിക്കുന്നതാണ് ഈ പദ്ധതികൾ. ഹത്തയിലെ ട്രാഫിക് മെച്ചപ്പെടുത്തലുകൾ മേഖലയിലെ വികസന പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമാണ്. ഊദ് അൽ മുദീന ഏരിയയിൽ സ്ട്രീറ്റ് 31 എമിറേറ്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപം 2 ദിശകളിലേക്കും ഒറ്റ പാതയിൽ നിന്ന് ഇരട്ട പാതകളിലേക്ക് വികസിപ്പിച്ചു. ഷോപ്പർമാർക്ക് ഇവിടെ സൈഡ് പാർക്കിങ്ങും ഉൾപ്പെടുത്തി. ഇതോടെ തെരുവിൻ്റെ ശേഷി മണിക്കൂറിൽ 1200-ൽ നിന്ന് 2400-ആയി ഇരട്ടിയായി. അൽ സുഫൂഹിൽ ഹിസാദ് സ്ട്രീറ്റിലെ ഇഫാത്ത് സ്കൂളിന് സമീപം വാഹനങ്ങളുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് ഒരു റൗണ്ട് എബൌട്ടിനൊപ്പം ഏകദേശം 112 സ്ലോട്ടുകൾ അടങ്ങുന്ന ഒരു പാർക്കിംഗ് സൗകര്യം വികസിപ്പിച്ചു. എല്ലാ റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പ്രധാന മേഖലകളിൽ RTA പരിഹാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി CEO ഹുസൈൻ അൽ ബന്ന പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ഘട്ട യോഗ്യതാ മത്സരത്തിൽ ഒമാൻ മലേഷ്യ പോരാട്ടം ഇന്ന്. സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി 10 മണിക്കാണ് കിക്ക് ഓഫ്. കാണികൾക്ക് നേരത്തെ പ്രവേശനം അനുവദിക്കും. ദേശീയ ടീമിന് മികച്ച പിന്തുണ നൽകാൻ രാജ്യത്തെ ഫുട്ബോൾ പ്രേമികളെ ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിച്ചു. ശക്തരായ മലേഷ്യക്കെതിരെ മികച്ച പോരാട്ടത്തിന് ഒമാൻ ടീം ഒരുങ്ങിക്കഴിഞ്ഞു. താരങ്ങൾ കഠിന പരിശീലനത്തിലായിരുന്നുവെന്നും വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്നും പരിശീലകൻ സിൽഹാവി പറഞ്ഞു. സിൽഹാവിയുടെ ഒമാൻ പരിശീലക കുപ്പായത്തിലെ ആദ്യ മത്സരം കൂടിയാണ് ഇന്നത്തേത്. വിജയത്തോടെ ആരാധകരുടെ മനം കവരാൻ മികച്ച അവസരമാണ് പരിശീലകന് മുന്നിലെത്തിയിരിക്കുന്നത്. യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ദേശീയ ക്യാമ്പ് ഒരാഴ്ചയോളമായി സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ തുടരുകയാണ്. ഒരു പിടി പുതിയ മുഖങ്ങളാണ് ക്യാമ്പിലുള്ളത്. ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തിയവർക്ക് ഇന്ന് പരിശീലകൻ ആദ്യ 11-ൽ ഇടം നൽകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.